നമ്മുടെ ഈ ഭാഗത്തുള്ള രണ്ടാമത്തെ വീടിൻ്റെ ആ കിണറുപണി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടന്മാരെല്ലാവരും വന്ന് റിങ്ങുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ആദ്യത്തെ റിങ്ങാണ് ഇപ്പോൾ കൊണ്ടുവരിക്കുന്നത്. ഇനി 10-17 റിങ്ങും കൂടെ ഇനി കൊണ്ടുപോകാനുണ്ട്. ഇനി ബാക്കിയുള്ള റിങ്ങുകളെല്ലാം അവിടുന്ന് ഉരുട്ടി വേണം കൊണ്ടുവരാൻ. അപ്പോൾ ബാക്കി വാഹനത്തിൽ ഇനി കൊണ്ടുവരാനുണ്ട്. അപ്പം ഇവിടെ ഇച്ചിടെ കുറേ ദൂരം ഇവിടുന്ന് ഉരുട്ടി വേണം കൊണ്ടുവരാൻ. വീടിൻ്റെ അവിടം വരെയാണ് വണ്ടി വരുന്നത്. അവിടെ നിന്ന് കുറേ ദൂരം ഉരുട്ടി കൊണ്ടുവന്നിട്ട് കിണർ നമ്മൾ ദൂരെ കാണുന്നതാണ്. അവിടം വരെയും ദൂറ്റിക്കൊണ്ട് പോകണം. അങ്ങനെ 17 റിങ് കൊണ്ടുവന്നിട്ടുള്ള പണിയാണ് ഇന്ന് മുതൽ തുടങ്ങുന്നത്. എന്നാണ്ട് വിഷയമോ? പിന്നെ 3 ആയിപ്പോയോ? ആ ഉണക്കോറുണ്ട്. ആ ഓക്കെ. അപ്പോൾ ഇത് ഇറക്കിയതിന് ശേഷം അത് മതിയല്ലോ അല്ലേ? അങ്ങോട്ട് വലിച്ചാൽ മതി. നമുക്ക് വലിച്ചെടുക്കാം. ഇല്ലെന്ന് ഇത് മറിഞ്ഞു കഴിയുമ്പോൾ താഴെ പുറത്ത് അവിടെ നിന്ന് ആ സൈഡിലോട്ട് ചാരിങ്ങ വെച്ചോ. കാപ്പൊടിച്ചിട്ടിരിക്കാന്നുള്ള കാര്യം വിട്ടുപോയായിരുന്നു അല്ലേ? അങ്ങോട്ട് കൊണ്ടുപോകും. അവസരം വരുവാ. രണ്ടാമത്തെ കിണർ പണിയായിട്ട് വീണ്ടും വരുന്നുണ്ടോ? അമ്മാര് വീണ്ടും വരുന്നുണ്ടെന്നാ തോന്നുന്നത്.
അവസാനത്തെ കെട്ടിയിറക്കാൻ പോണ അവസാനം ലാസ്റ്റാണ്. ലാസ്റ്റാണ്. ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കറങ്ങി കറങ്ങി പോകാം. ഇങ്ങോട്ട് വരണം. ഇവിടെ പഠിക്കാൻ പറ്റില്ല. എന്നാ പോട്ടെ. ഒന്നിച്ചോടി പറഞ്ഞു കൊടുത്തേ. ഇങ്ങോട്ട് വരട്ടെ. ഇച്ചിരൂടെ. പോട്ടെ. ഇല്ലില്ല, വെള്ളം പറ്റിയില്ല ഇതുവരെ. അല്ല, പൈപ്പിട്ട് തീർന്നു. അന്ന് രാത്രി തീർന്നു. അത് പിള്ളേരൊക്കെ മതിയോ? അവര് മതി. ഞങ്ങളല്ല. 2 വണ്ടിക്കൂലല്ലേ? 9 5 3 8 9. പറയലാളുണ്ട്. തല ഇങ്ങോട്ട് വരികയില്ല. തിരിഞ്ഞു കഴിഞ്ഞ് പുറത്തെ പറ്റിയെ പിടിച്ചാൽ പോകല. നല്ലതായിരുന്നു. ഇങ്ങോട്ട് വലിച്ചു നമ്മൾ തള്ളുന്നൊന്നുമില്ല. താഴെ ഒരാൾ വേണ്ടേ അവിടെ. ഇവിടെ ഞാനിപ്പോ ഉണ്ട്. തിരിഞ്ഞോട്ടെ, വണ്ടി തിരിയട്ടെ. വണ്ടി തിരിഞ്ഞോളൂ. വണ്ടി തിരിയട്ടെ. വണ്ടി തിരിയട്ടെ. പേടിക്കണ്ട. ഇച്ചിരോട് ചെത്തണോടാ. ഇനി ചെത്തണ്ട. എന്നാൽ പതിക്കെ വിട്ടോ. പതിക്കെ വലിച്ചു പിടിച്ച് വിട്ടോ. അങ്ങോട്ട് തിരിഞ്ഞോ. ചങ്ങടെ വന്നപ്പോ ഒരെണ്ണം പോകുന്ന കഴിക്കാണല്ലോ. പിന്നെ അടുത്ത 12 പോയി. 12 17. 17 ഇതിന്റെ പുറകെ മാത്രമാണ് പോകുന്നത്. നല്ല വലിയ ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവർ മോശം എന്നാ സജൻ ചേട്ടാ ചേട്ടാ പോണു. ചവിട്ടിച്ചെടുത്ത് തെറിച്ചു പോയി അല്ലേ? ചവിട്ടിയെടുത്ത് തെറിച്ചു പോയി. പിന്നെ അത് കാലം അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാൻ ആ പയ്യ മുട്ടിച്ചോ.
ഇച്ചിരി പണിയട്ടെ ബിജോ. അങ്ങോട്ട് ഒന്തി വിടണം. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞായേ ഇത് മരത്തോട്ട് കയറാം. അതങ്ങ് ഇറക്കിണ്ടോ? ഇതങ്ങ് പോട്ടെ. അത് ഇവിടെ കൊണ്ട് വെക്കാലോ. നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നാ ഒരെണ്ണോടെ കൊണ്ടുവന്നേ. ഇതേലോട്ട് തന്നെ കൊണ്ടുവന്നാ വെള്ളം അടിച്ചാൽ പോരെ. കെട്ടി വെച്ചിട്ട് മോട്ടർ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇറക്കപ്പുറമായതുകൊണ്ട് ഇച്ചിരി പാടാണ്. 5 പേരുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിക്കുന്നുണ്ട്. നമ്മൾ ഈ വാഹനം എത്തുന്നില്ലാത്ത സ്ഥലത്ത് ആകുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ ഇച്ചിരി മസിൽ പിടിക്കേണ്ടി വരും. ഇച്ചിരിയല്ല, ഇച്ചിരി അധികം മസിൽ പിടിക്കേണ്ടി വരും. 500 കിലോ മിച്ചം വെയിറ്റ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരാൾക്കൊരു 100 കിലോ വെച്ചെങ്കിലുള്ള വെയിറ്റ്. എൻ്റെ ബാലൻസ് സൈഡിലേക്കൊന്നും പോകരുത്, അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത്. ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടിയും പോകും. അത്ര അങ്ങനെ പോകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ചാണ് അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് ശകലം ചെരിഞ്ഞു പോയാൽ ചെരിവ് വരും. കൂടുതൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ അലച്ച് കെട്ടി വീഴും. അങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ അവരിറക്കുന്നോ. അല്ലെങ്കിൽ മറ്റേ അടിക്കാൻ പറ്റില്ല. പോട്ടെ പോട്ടെ കേട്ടോ. നല്ല കുറ്റിയിലോട്ട് ചേർന്ന് നോക്കട്ടെ. അടിച്ചോ, അടിക്കരുത്. ആ പോട്ടെ. സാഹചര്യം മുട്ടി ഇങ്ങനെ കുഴപ്പം. ഇനി ഇവിടെ ഇങ്ങനെ വെക്കാനേ. ഇവിടെ നോക്കാം. ഞാൻ കാപ്പി കുറ്റിയെ ഇങ്ങോട്ട് ഇപ്പുറത്തോ. ശക്തമായ രീതിയിൽ വലിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നു. വലിക്കാൻ എളുപ്പം ഇവിടുന്ന്. ഇങ്ങോട്ട് മറിക്കാനും കഷ്ണം ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇതാ ബാക്കി വലിയല്ലായിരുന്നു. മാറ്റി കൊണ്ടല്ലേ കുഞ്ഞായി പോയി. പിന്നെ അവിടെ പോയി അത് കൊണ്ടാണേ. അത് മതി. ഉള്ളൂന്നേ അത് പോയല്ലേ. അതാണ് എടുക്കാം. അത് മതി. ഇത്ര നിരപ്പത്തെ അത്ര സാധനം പറ്റിയാലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. അതൊന്നും ഒടിഞ്ഞൊന്നും പോകില്ല. അതൊന്നും എങ്ങനെയാണ് ചെയ്തോളം കേട്ടോ. ഇത് ഓണിച്ച് വരരുത്. മതിയോ? ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇത് കുറച്ചായത് ദൂരം മാറി നോക്കിയേ. ഓണിച്ച് വല്ലതും ഉണ്ടോ? ഇത് അതൊന്ന് പോയടാ. ഇല്ല. ഇപ്പൊ കറക്റ്റായിരിക്കും. ഇപ്പൊ കറക്റ്റായിരിക്കും. ആരടാ കയറൊക്കെ എടുത്തോണ്ട് പോയാ? ചുമ്മാ ഇട്ടൊക്കെ വരുന്നല്ലോ കയറ് പറയാം. കെട്ടിയില്ലേ? അതിനകത്തൊക്കെ കാണുന്നു.
ഇതൊക്കെ നമ്മൾ പുതിയ സാധനമാണ്. വരാൻ കിടക്കുന്നു കുറച്ചോണ്ട് പോകല്ലോ കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോക്കറ്റ് മതി ഇറങ്ങി പോകും കേട്ടോ. പെട്ടെന്ന് വെച്ചില്ല. നമ്മളന്ന് 17-നാണ് മലർന്നിട്ട് പോയത്. പിന്നെ ഇച്ചിരി പൊങ്ങി വരും. ഒരുമിച്ച് വെച്ച് പോകും. അതോടെ നോക്കണം. പാഞ്ചെണ്ണം മതി. ഇത് 15 എണ്ണ. ഏതാ അത് 5 ഉണ്ടോ? ഇല്ല ഇല്ല. ആ പൊക്കം കൂട്ടി 5 എണ്ണേ ഉള്ളൂ. അപ്പം മതിയാവും. അവിടെ നിർത്തിയില്ല കുഞ്ഞാച്ചൻ, അവിടെ നോക്കി കറക്റ്റാ. അവിടുന്ന് 3 പോരെ. ഇന്ന് 15 മതിയാവും. 5 മതി. ഇപ്പൊ എത്രയാ നിലവിൽ വന്നേക്കുന്നത്? 5 വേണമെങ്കിൽ നമ്മൾ എടുത്തോണ്ട് വരും. വിളിച്ചേക്കാം. നോക്കിട്ട് മതി കേട്ടോ. ഇത് എത്ര അടിയാ? ഇങ്ങോട്ട് പോരാ സാധനം. വണ്ടിയിൽ ഇങ്ങനെ നല്ല ലെവലിൽ അടിപ്പിച്ചേക്കുള്ള ആ വണ്ടിയുടെ വെച്ചാൽ കൃത്യമാളെ കിട്ടുമല്ലോ. ഇത് 13 അടിയുണ്ട്. 12 അടി. പതിനാല് 15 പോരെ? മതിയോ? 17 അടി അറുന്നൂറ് മണി ആയിട്ടുണ്ടോ? മണ്ണി ആയിട്ടുണ്ടാവും. മണം കാടിയിട്ടില്ല. മണം കാടിയിട്ടില്ല. മണം കാടിയില്ല. കൂട്ടി പിടിക്കണ്ട. മസാലയൊക്കെ പിടിക്കുമ്പോണ്ടല്ലോ ആ കയ്യാലോട്ട് ചാടി കയറി പിടിക്കും. തിരിഞ്ഞോട്ടെ. കയ്യെ കൂട്ടി പിടിക്കുകയാണെങ്കിലേ കൈ കഴിക്കണോ? നമ്മുടെ കൈക്ക് സുഖമുണ്ടോ? തിരിഞ്ഞു പോട്ടെ. അങ്ങനെ അവസാനത്തെ റിങ്ങും വന്നു. മോട്ടർ ഓൺ ചെയ്തോ. അതുകൊണ്ടോ തിരിയണം കേട്ടോ. ഇങ്ങോട്ടല്ലേ അടിക്കണ്ടേ? ഇങ്ങോട്ടല്ലേ കയറ്റം. നമുക്ക് കഴിക്കാന്നേ. ഇവിടെ നിസാറോട് ഓടുന്നേ പറയാം. സജിക്ക് പെട്ടെന്ന് കിടക്കണം. അങ്ങോട്ട് അങ്ങോട്ട് ഇച്ചിരി പെട്ടെന്ന് കിടക്കാം. ഇച്ചിരി കറക്കി അങ്ങോട്ട് വിടേ. താഴത്തോട്ട് ഇച്ചിരി കറക്കി വിടുക. ഇങ്ങനെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നു ഇങ്ങോട്ട്. ആ കമ്മലോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വേണം. പിടിച്ചോളാം. പിടിച്ചോളാം. കൈ പിടിക്കാം. ഓക്കെ. ഊത്താനുണ്ടോ? ഉള്ളു ഊത്തണം. ഉള്ളു ഊത്താനുണ്ടോ? ഉള്ളു ഊത്തണം. ഹലോ
വെള്ളത്തിന് വരുന്നുണ്ടോ അതുകൊണ്ടോ പെട്ടെന്ന് ഇത്രയും വലിയ ഓസി കൂടെ വലിച്ചിട്ടാ പറ്റുന്നില്ല. പിന്നെ മോട്ടർ പൊക്കണം നേരെ കോട്ടയത്ത് കൂടെ നേരത്തെ ഇതെല്ലാം കെട്ടി വെച്ച് നമുക്ക് പകുതി വലിച്ചു കൊണ്ട് വെച്ചിട്ട് അവർ രണ്ടോ എവിടെ ആയിട്ടോ ചെറിയൊരു തടിക്കഷ്ണം ഇവിടെ കൊണ്ടുവന്നു എടുത്തില്ലേ നടക്ക് ഇവിടെ പോക്കടാ ഇവിടെ പോക്കടാ അങ്ങനെ പൊങ്ങിയതാ പൊങ്ങിയല്ലടാ ഇറങ്ങി പോകടാ അന്ന് പുറത്തേക്കണം എന്നാലും ഒരു അടിക്കാൻ പാടില്ല മോട്ടർ ഓഫ് ചെയ്താലോ? അടിക്കാൻ പാട് വരുമോ? മോട്ടർ അങ്ങോട്ട് വെച്ചോ എന്നിട്ട് നമുക്ക് മോട്ടർ നോക്കടാ ഒന്ന് മോട്ടർ അടിച്ചേ അവിടെ അല്ലേ നിർത്തിക്കാൻ വയ്യ. പൊടിക്കുള്ളൂ മതി 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 മതി. ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇല്ലില്ല അവിടെ ഇച്ചിരി വെള്ളം കയറി പോയില്ല അവിടെ വെള്ളം കയറി പോയില്ലേ ഇവിടെ വെള്ളം കയറി പോയത്. കുഞ്ഞായി നിൽക്കുന്നോടോ അപ്പൊ എല്ലായിടത്തും കയറിയില്ല വെള്ളം? ഇല്ലില്ല മധുര മതിയോ ഇപ്പൊ എന്താ വെള്ളം? ഇല്ല. ഒന്ന് മോട്ടർ അടിച്ചേ വെള്ളം പറ്റുന്ന കുടിച്ചറിയാം കറക്റ്റ്. പൊടിക്ക് വലസടിച്ചോടെ താഴാനുണ്ട്. ഇവിടെ അല്ലേ അതെ ഈ പിക്കാസിന് അടിക്കാം കല്ല് വെച്ചില്ല, ശകലം ആ കല്ല് ഇരുത്തി കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ ആ പൊക്കിയിടം അവിടെ പുറകിലല്ല അതാ ഇറങ്ങി കയറുമ്പോ ശരിയായല്ലേ ഇനി നീ അവിടെ കയറി നിന്ന് നോക്കിയാ ചിലപ്പോ പയ്യ ചെളി അടിച്ചു അവിടെ ആയിരിക്കും. ആയില്ലേലും കുഴപ്പമില്ല. അടുത്ത റിങ് നോക്കുമ്പോ പയ്യെ അടുത്ത റിങ് വരുമ്പോ അവിടെ പയ്യെ അങ്ങോട്ട് ഇരുന്നു എത്തി കൊടുത്താൽ അല്ലല്ല അതൊന്നും എടുക്കാൻ നോക്കണ്ട നീ. ഒരു കാര്യം ചെയ്തേ കിടന്നോട്ടെ പിക്കാസ് കൊടുത്തേ മറ്റേ കല്ല് തീരാ മറ്റേ കല്ല് ആ കല്ലങ്ങോട്ട് അതിന്റെ സൈഡിലോട്ട് വെച്ച് അങ്ങ് തിരിച്ചേ കേട്ടോ മേലെ കോണി എവിടെ പിടിക്കും? കുഞ്ഞായി കയറുന്ന കയറി പിടിച്ചോ ഞാൻ തന്നെ പിടിച്ചാൽ മതി. ആ ഞാനങ്ങ് കയറി വരും ഞാൻ വലിക്കുന്നല്ലോ സജി വലിച്ച് നമ്മളെ ചാടി നമുക്കേ ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങി വെച്ചിട്ട് കെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് മോട്ടർ അടിച്ചോട്ടെ കൈ കൊണ്ട് കമ്മിനരി വെച്ചോട്ടെ. മോട്ടർ കയറ്റിട്ട് ഒന്നുകൂടെ അടിക്കണം. ഒന്നുകൂടെ അടിച്ചിട്ട് മതി ഒന്നുകൂടെ അടിച്ചോ അടിച്ചോ ഒരു മൂന്നാളെല്ലാം വെക്കോളോ അല്ല ഇനി അടുത്താനും അത്ര പ്രശ്നമില്ല. വിഷയം വരികയില്ലായിരിക്കും. അല്ല ഓർമ്മത്തിനും കൂടെ വിഷയം വരും പടവർന്നു സംഭവം മൂടാ ഒന്നൊന്നും അടിച്ചു നമ്മള് അടിച്ചേ ഇങ്ങോട്ട് വിടോ മതിയോ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് വിടണമെന്നാ ചോദിക്കുന്നത്. മേലോട്ട് വരണം. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയാണ് പ്രശ്നമില്ല. രണ്ട് മുമ്പെടുത്തനാണ് ഞാനന്ന് അവിടെ കിടന്നിട്ട് ഒത്തിരി കാണുന്നില്ല വെള്ളം ആയി കഴിഞ്ഞു ഇതും കൂടെ ഇറക്കിയെങ്കിലേ സ്പീഡ് കുറയുള്ളൂ. പിടിച്ചോ പിടിച്ചോ വലിച്ചു പിടിച്ചോ കെട്ടിയോ കെട്ടിയില്ല. കെട്ടിയോനുണ്ടോ? കെട്ടിയുണ്ട് കെട്ടിയുണ്ട്. അത്രേ ഉള്ളൂ
പറഞ്ഞ വഴിക്കാൻ കിട്ടിയത് ആദ്യം അടിക്കണം ചേട്ടൻ ചേട്ടാ കേട്ടാ ചേട്ടൻ ചേട്ടാ ഇല്ലെങ്കിൽ ഇമാര് കളിയാക്കുന്നു ചെറിയ വിളിക്കും പിന്നെ വെച്ചോ അതല്ല മറ്റേതല്ലേ കൊണ്ട് മറ്റല്ലേ അതെ ഓക്കെ 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 വിട്ടോ പയ്യെ വിട്ടോ പയ്യെ വിട്ടോ പയ്യെ വിട്ടോ പയ്യെ 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 പൊക്കട്ടെ 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 പയ്യെ പയ്യെ പൊക്കട്ടെ പയ്യെ പൊക്കട്ടെ പയ്യെ പൊക്കട്ടെ പയ്യെ പൊക്കട്ടെ ചെറിയ ഇവിടെ വാ കയറാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ ഷാജി ഷാജി ഇരിക്കടാ ഇരിക്കോ ചേട്ടൻ ഇരിക്കേ അളിയൻ ഇരിക്കേ ഇരിക്കോ എല്ലാവരും ഇരിക്കോ ഓക്കെ അയച്ചേ ഇതയച്ചേ ഈ കാര്യം അയച്ചേ അതെ ഇടയ്ക്ക് കരുതി ആ 4 വാങ്ങി ഇങ്ങോട്ടോ ആ തരാം ആ 4 വാങ്ങി എവിടെയാണ് കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ എവിടെയാ ആ കിട്ടോ ഓക്കെ ആ വെച്ചേ മുമ്പ് കുഞ്ഞായി നിൽക്കുന്നതിന്റെ പുറകേശത്തെ കിടപ്പുണ്ട് ആ അത് മാറ്റാം അത് എടുത്തോളാം ഇനി ആ എടുത്തോ വെച്ചോ അല്ല അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കൗണ്ടറിൽ നീങ്ങ താഴെ പോകും ഇനി ആ മിറ്റിലിങ് കാണാൻ മതി മിറ്റില് മിറ്റില്ല ഇവിടെയാണ് മെയിൻ പണി നടക്കുന്നത്. ആ ഇതാണ് കറക്റ്റ് അളവിൽ സെറ്റ് ചെയ്യുന്നത്. ആ നമ്മളിങ്ങനെ ഇട കാണുന്നിടത്ത് ഒരു മിറ്റിലങ്ങ് വെക്കും. ഇനി ഈ റിങ് അനങ്ങില്ല. മുമ്പ് എടുക്കുക. നമ്മൾ സെറ്റ് ചെയ്തു. ഈ മൂന്നാമത്തെ റിങ്ങാണ് നടക്കാനുള്ളത്. അതെ അതെ സജി ഞാൻ വെക്കാം. എത്തുവോ? ആ അതെ. നമ്മളിനി മൂന്നാമത്തെ റിങ് ഇറക്കാനുള്ള തത്രപ്പാടിലാണ്. ഇനിയിപ്പോ വെള്ളം പറ്റിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന് മുകളിൽ പോയെങ്കിൽ പറ്റിക്കേണ്ട മതി. ആരെങ്കിലും മുകളിൽ കയറി പറ്റാം. ഈ റിങ്ങിന് മേളിൽ കയറി പറ്റാൽ മതി. വേറെ മണ്ണുണ്ടോ കേട്ടോ? അതിപ്പോ കയറി നോക്കിയാൽ മതി. വെള്ളം ഞാൻ വേണ്ടി കയറും. ഇനി അവിടെ കറക്കി അത് മതി. കഴിഞ്ഞു പോയടാ രാവിലെ പോയിട്ടില്ല. പിടിച്ചോ പിടിച്ചോ ഒന്നിച്ച് പിടിക്കണം. ഓക്കെ ഇനി ഇത് ഒന്ന് അടിച്ചാൽ മതി. അടിച്ചാൽ മതി അടിച്ചാൽ മതി. അല്ല ഏലമൻ്റെ അയ്യ ഇവിടെ താഴെ ഒന്ന് ചെന്നോട്ടെ. അങ്ങോട്ട് ഷാജി പോക്കോ. എന്നിട്ട് അവിടെ തിരിക്കാം. ഇങ്ങോട്ട് ഞങ്ങൾ വട്ടം കയറ്റും. സൗകര്യത്തിനുള്ള കാര്യങ്ങൾ ഡ്രൈവറുടെ സൈഡത്തിൽ വിട്ടു. സജി
ചെറിയൊരു ഇറക്കമുണ്ട്, ചെറിയൊരു ഇറക്കമുണ്ട്. എല്ലാവരും ഇറക്കത്തിൽ തളരുത്. വൻപിടി ഇറക്കത്തിൽ ന്യൂട്രൽ അത്രയും ചേർത്ത് വരണ്ടായിരുന്നല്ലോ എനിക്കിവിടെ കമ്പ്യൂട്ടർ ഞാനിവിടെ നിൽക്കാറില്ല. പേടിയും പേടിക്കണ്ടാവില്ല. ഇങ്ങോട്ട് വിട്ടോ, നമ്മളിവിടെ ഉണ്ടല്ലേ. എവിടെ കയറ്റിയാണോ അത് വന്നപ്പോൾ നമുക്ക് പേടിക്കുന്നില്ലേ? എങ്ങനെ വേണം നിൽക്കും. മറിച്ച് കുഞ്ഞൊരു വശം കൊണ്ടിട്ട് അങ്ങനെയാണ് പതുക്കെ വെക്കുന്നത്. പതുക്കെ വെക്കുന്നു. ഇതിന്റെ സൈഡ് നടിച്ചു ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന സൈഡ് അടിച്ചു. അല്ലാതെ നല്ല പുറകിരിക്കും. അവസരമുണ്ട് ഇപ്പം അടിക്കാനൊന്നും തന്നില്ലെന്ന് പറയാം ഇന്ന് അടിക്കാൻ അവനൊരു അവസരം കൊടുക്കും. അവസരം കൊടുക്കും. രണ്ടെണ്ണം കൂടെ ഉള്ളൂ. രണ്ടാണ് ഷാജി പേര് തരായിരിക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. എങ്ങോട്ടും പോകും. ഒരു ആദ്യം ഞാൻ വളയും കൂടെ അങ്ങ് പോകും. അന്നേരം അവിടെ കറങ്ങി കയറുള്ളൂ. അല്ല ഇവിടെ ഇവിടെ കുറച്ച് നമുക്ക് ആദ്യം ഒന്ന് കയറ്റാം. അല്ല ഞാൻ കറങ്ങി കയറിയില്ല കേട്ടോ. ഇവിടെ പൊക്കി തള്ളിയാ പോലെ. പിന്നെ ഇങ്ങോട്ട് പൊക്കടാ ഇങ്ങോട്ടാ. അങ്ങ് പോന്നോട്ടെ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ചിലവിടെ തള്ളിക്കേ. എന്നാ അളിയൻ ഇത് പറയുന്നത്? കിടന്നോണ്ടേ ആ കഴിച്ചു. കുഴി കിടക്കും. ഇത് വലിയ കുഴിയിലാണ് നമ്മൾ നിന്ന് പണിയുന്നത്. കുറവടിച്ചിട്ടില്ലായിരുന്നോളാ? ഒരെണ്ണല്ലേ ഉള്ളൂ. ഒരെണ്ണം വേണം. വേണ്ട നമ്മൾ പഠിച്ച ലെവൽ ഇതിന്റെ പകുതിക്ക് വരുള്ളൂ. ഈ ലെവല് വരുമ്പോ കിട്ടും. ഇത് ലെവല് വരുമ്പോ അത് കിട്ടും. ഇനി ഒന്നും വെക്കാലോ. നോക്കാം നമുക്ക് ലെവൽ ചെയ്ത് വെക്കാം. ഇത് പോയിന്റാണല്ലോ. പോയിന്റ് ഒന്നും ഇപ്പൊ നടക്കില്ലേ? മഴയത്തല്ലേ? മഴയത്ത് വേണ്ടി വെള്ളം പോകും. ഇതാണ് മണ്ണിട്ട് വേണേലും കൊണ്ടുപോകാം. അല്ല ഇതോടെ നോക്കാം. മതി അപ്പം മതി. ഈ ഇതിന്റെ പകുതി കിട്ടൂടാ. മണ്ണിട്ട് ഒരു മേലെ പകുതി കിട്ടും. കണ്ടാ കിട്ടും. ഇവിടുന്ന് ലെവലിൽ തന്നെ ആ വെള്ളം അങ്ങ് പോകും. വെള്ളം ചാടി പോകുമ്പോൾ അങ്ങനെ വെള്ളം നിൽക്കും. പകുതി കിട്ടുള്ളൂ. പകുതി കിട്ടിയാലേ കിട്ടുള്ളൂ. ആദ്യം കണ്ടപ്പോഴാണ് ഞാൻ ആദ്യം പറയുന്നത്. ഞങ്ങളോർത്ത് പിടിക്കാം. നിങ്ങൾ കുറിച്ച് വർത്താനം പറയുക ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്. പോട്ടെ പോട്ടെ. വിട്ടുകൊടുക്കില്ല കേട്ടോ. ഇവിടെ കടിച്ചു പിടിച്ചാൽ കേട്ടോ.
ഈ മുകളിലടിച്ചാലോ? മുട്ടിട്ട് ഇപ്പുറത്തോടെ ആ പിടിച്ചണം. അങ്ങോട്ട് അടിപ്പിടാ. സജി മാറാ അടിക്കടാ. അതിന് സൈഡ് അടിച്ചു. ഹലോ, പണിയാ മഴയാ ഭയങ്കര. ആ ആരോ ജനിച്ചിട്ട് തോന്നുന്നേ. എന്നാ ചെയ്തോ, ഇവിടെ മഴയാണേ. ഞാൻ കിണറ്റില്ല. മഴയാ, ഞാൻ കിണറ്റില്ല. അവിടെ നിരപ്പായി കഴിയുമ്പോഴേ ആയിക്കോളൂ. ഇല്ല, ഇവിടെ അവിടെ ആരെങ്കിലും മുറിക്കാൻ. പിന്നെ അവർ കണ്ടിട്ട് വേണമെന്ന് പറയുവാണെങ്കിൽ മാത്രം വെച്ചാൽ മതി. അവിടെ വാങ്ങിക്കിടക്കുന്ന എടുത്തു കൊടുക്കുന്ന ഇല്ലാന്നേ, എവിടെയെങ്കിലും ഇല്ലാന്നേ. ആയിക്കോട്ടെ, ഞാൻ റിങ് കയറ്റി വെക്കാൻ മഴയാവണ്ട. പോയോ? ഇനി പോകുമ്പോഴത്തേക്ക് ഇത്ര നോക്കാം കൂടിപ്പോകും അല്ലേ? ഇച്ചിരി താഴും നമ്മൾ ലെവൽ ചെയ്ത് വരുമ്പോൾ. സൈറ്റ് ഇവിടെ സൈറ്റ് ലെവൽ ചെയ്ത് വരുന്നത്. സൈറ്റ് ഇപ്പോൾ ഒത്തിരി പൊങ്ങിയാ കിടക്കുന്നു. അങ്ങനെ ഒട്ടിരുന്നോട്ടെ. അങ്ങോട്ട് വരുന്ന ഇപ്പം ഇരിക്കണ്ട. മോട്ടർ ഇട്ടിട്ട് പോവാം. മോട്ടറേ വെള്ളം കഞ്ഞി ചോറിനും പോവാം. മോട്ടർ ഇട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വെള്ളം വെക്കും. അന്നേരം വെള്ളം പറ്റി ഡൗട്ട് ചെയ്തു. ഇല്ല, വെള്ളം പറ്റാൻ മണിക്കൂർ പിടിക്കുന്നു. ഇല്ല കേട്ടോ, 1 മണിക്കൂർ വരെ പിടിക്കില്ല വെള്ളം. പിടിക്കും. വെള്ളം കല്ലെല്ലാം ഇളക്കിയത് നീ തന്നെയാണ്. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കല്ല് ഇളക്കി ഭയങ്കര വെള്ളം പഠിച്ചിട്ടോട്ടെ. എൻ്റെ കാര്യം നീ പോവാൻ നോക്ക.
ഇച്ചിരി വട്ടം കൂട്ടണോ? അരിയണോ? വട്ടം കൂട്ടണ്ട. ഒരു കാരണവശാലും അവിടെ നിന്ന് തള്ളി ഇങ്ങോട്ട് വരത്തില്ല. എന്റെ വീതം നിറയണമെങ്കിൽ ഉണ്ടല്ലോ, നീ ഇത് എവിടെ മുതൽ എവിടെ വരെ നടക്കണം. നീ ഇത്രയും പടം കൂടി ഉണ്ടാക്കി വെച്ചത് വേറെ ആരുമല്ല. ഇതാണ് പണിക്ക് വരില്ലാത്തല്ലേ ശുദ്ധി കുറഞ്ഞു. പിന്നെ അത് പണി വന്നല്ലേ ഇന്ന് നാരായണത്താൻ്റെ പരിപാടി. നാരായണത്തോടാമൻ്റെ പരിപാടി. അറിയായോ? അവിടെ കാണുമായിരിക്കും, വീട്ടിൽ കാണുമായിരിക്കും അല്ലേ? ആ നടക്കുന്നിടത്തെല്ലാം കല്ലായിരുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞത്, അവിടെ വരാൻ പറഞ്ഞു. നാരായണത്തുറാമിൻ്റെ പരിപാടി. പക്ഷേ പ്രത്യേകമാണ്, നേരത്തേക്ക് നടക്കൊരു വട്ടത്തിൽ ഒരു കുഴി കിണറായില്ലേ. ഇതല്ലേ നല്ല ഐശ്വര്യം. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയാം. ആ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെയ്തു തരാവുന്നു. മഴയൊക്കെ അല്ലാതെ 2 ദിവസം. അപ്പോൾ നമ്മൾ കിണറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് തീർന്നിരിക്കുവാണ്. നമ്മുടെ ചേട്ടന്മാർ അതുകൊണ്ട് മണ്ണൊക്കെ ഇട്ട് സൈഡെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണത്. അപ്പോൾ നമുക്ക് മാക്സിമം വെള്ളം നമ്മൾ പറ്റിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം നമുക്കത് കാണാം. ഇതാണ് ഇതിൻ്റെ ഉറവ് വരുന്നത്. ഇഷ്ടംപോലെ ഉറവയാണ് അല്ലേ? ഇത് എങ്ങനെ എല്ലാ വശത്തുനിന്നുള്ള ഉറവയാണത്? ചുറ്റിനുള്ള ഉറവയാണ്. ഇത് എത്ര പോലാണ്, എത്ര അടിയാണ് ഇത്? 7 പോലെ 7 പോലെ. എന്നാൽ 15 അപ്പോൾ ഇതിൻ്റെ മാക്സിമം അടിയിൽ നമ്മൾ റോഡിലേക്ക് നടന്നു പറഞ്ഞാൽ അതുപോലെ ശക്തമായ രീതിയിലുള്ള ഒരു ഉറവയാണ്. വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോട്ടർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലുമാണ് അതിൻ്റെ ഉറവ നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ട് പറ്റുന്നത്.
ഇങ്ങനെ പിടിച്ചാൽ മതി. നമ്മുടെ ആശാൻ കളറിൻ്റെ അടിവശത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണത്. നമ്മുടെ ഗോപ്ര ക്യാമറയായിട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് താഴെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഓൾറെഡി ഇത് സംഭവം കണ്ടോണ്ടിരിക്കുമല്ലേ? അതെ. ഇനി നേരെ തിരിച്ച് താഴത്തേക്കും കൂടെ കാണിച്ചു തരാം. ഉറവേ കൂടെ അങ്ങനെ നീട്ടി തരാം. ഓക്കെ താങ്ക്സ്. ഓക്കെ താങ്ക്സ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കിണർ പണിയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തിയാക്കിയതിൻ്റെ ചേട്ടന്മാരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. കിണർ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ മനോഹരമായ രീതിയിൽ ഈ കാണുന്ന രീതിയിൽ കിണർ നമ്മൾ തിളച്ച് മറിയുക. കണ്ടോ, ചുറ്റും ഉറവ ഇഷ്ടം പോലെ ഉറവ കാര്യങ്ങളൊക്കെ ഉണ്ട്. കിണർ വെള്ളം അടിച്ച് വലിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ശക്തിയായ രീതിയിൽ ഉറവുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ഈ ചേട്ടന്മാർക്ക് പ്രത്യേകം നന്ദി, എൻ്റെ താങ്ക്സും എല്ലാം അറിയിക്കുന്നു. ഓക്കെ.